In the event of any amendment, alteration, or modification in the terms of the agreement, it shall be made through mutual consent of both the parties. മന്ത്രി പറയുന്നത് ഈ രണ്ട് കക്ഷികളും തമ്മിൽ കൂടിയാലോചിച്ച് പരസ്പരം യോജിക്കുകയാണെങ്കിൽ ഇത് പിൻവലിക്കാമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല ഈ കരാറിൽ പറയുന്നത്. രണ്ട് കക്ഷികളും ആലോചിച്ച് അവരൊരു യോജിപ്പിലെത്തിയാൽ ഇതിൽ ചില ഭേദഗതികൾ വരുത്താം, ചില മാറ്റങ്ങൾ വരുത്താം, ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം. അതാണ് ഈ രണ്ട് കക്ഷികളും കൂടെ ചേർന്ന് ആലോചിച്ചു ചെയ്യേണ്ടത്. പക്ഷെ ഈ കരാർ റദ്ദാക്കാൻ അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാൻ, പിൻവലിക്കാൻ അത് കേന്ദ്ര സർക്കാരിന് മാത്രമായിരിക്കും അധികാരം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ്സ് ദ റൈറ്റ് ടു റെസിൻഡ്, cancel, terminate the agreement in the interest of public by giving a notice of 30 days. അതും ഒരു 30 ദിവസത്തെ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഈ നടപടികളിലേക്ക് നീങ്ങാൻ കേന്ദ്രത്തിന് മാത്രമാണ് അധികാരം. ആ അധികാരം അവർക്ക് മാത്രമായിട്ട് നീക്കി വച്ചിരിക്കുക. എന്നിട്ടാണ് മന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ആലോചിച്ച് ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ റദ്ദാക്കാമെന്ന്. ഇതാരോടാ പറയുന്നത്? ഇത് മനസ്സിലാക്കാൻ സാധാരണ ഇംഗ്ലീഷ് പരിജ്ഞാനം മതി, അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രിക്കുള്ള അത്ര ഇംഗ്ലീഷ് പാണ്ഡിത്യം വേണമെന്നില്ല.